തന്റെ ഏടിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് ഏട് കിട്ടുന്ന സമയത്ത്, വലതു കൈയിൽ ഏട് കിട്ടുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ ധാരാളമായി കാണുമ്പോൾ അയാൾക്ക് വല്ലാതെ തുള്ളിച്ചാടാൻ തോന്നും. അയാൾക്ക് വല്ലാത്ത ആഹ്ലാദമായിരിക്കും, അയാൾക്ക് വല്ലാത്ത സന്തോഷം. കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചിന്തിക്കുക പോലും ചെയ്യാത്ത നേതാവല്ലേ? ആ നേതാവ് ദിവസവും 70ഉം 100ഉം ഒക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന നേതാവാണ്. നമ്മളെ പഠിപ്പിക്കാനാണ്. ധാരാളം തെറ്റുകുറ്റങ്ങളുള്ള നമ്മളല്ലേ യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള തൗഫീക്ക് ലഭിക്കും. എന്താണ് ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലിയാലുള്ള മെച്ചം? ഏറ്റവും പ്രധാനമായി മഹാന്മാര് പറയുന്നതാണ്, അയാൾക്ക് ഇബാദത്ത് കൂടുതൽ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കും. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുമ്പോൾ മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം അയാൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈമാൻ വർദ്ധിക്കും. അയാളുടെ ഖൽബ് ശുദ്ധിയാവും. അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. ഈമാനോടെ മരണപ്പെടാൻ സാധിക്കും. ബുദ്ധി വർദ്ധിക്കും. അയാളുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം അള്ളാഹു അതുവഴി അയാൾക്ക് നൽകും. മാത്രമല്ല അയാൾ മരണപ്പെട്ടാൽ മലക്കുകൾ വളരെ സന്തോഷപൂർവ്വം അയാളുടെ റൂഹിനെ സ്വീകരിക്കും.